ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, മഴ പോലെയാണ്. എപ്പോൾ വരുമെന്നോ എത്രത്തോളം നമ്മെ നനയ്ക്കുമെന്നോ പറയാനാവില്ല. പക്ഷേ ഒരിക്കൽ ആ പ്രണയത്തിൽ നനഞ്ഞു പോയാൽ പിന്നെ ആ തണുപ്പ് ജന്മം മുഴുവൻ നമ്മുടെ കൂടെയുണ്ടാകും. ഇത് അങ്ങനെ ഒരു മഴയുടെ കഥയാണ്, രാഹുലിൻ്റെയും മീരയുടെയും കഥ. അന്ന് ആതിര നക്ഷത്രമുള്ള രാത്രിയായിരുന്നു. പുറത്ത് വല്ലാത്തൊരു നിലാമഴ പെയ്യുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം മാത്രം. രാഹുൽ ആ പഴയ തറവാടിൻ്റെ ഉമ്മറത്ത് വർഷങ്ങൾക്ക് ശേഷം ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ആ വീടിൻ്റെ ഓരോ കോണിലും ഓരോ ചുമരിലും അവളുടെ ഓർമ്മകളുണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റിൽ ഉമ്മറത്തെ തടിവാതിൽ മെല്ലെ തുറന്നു. ഒരു കുളിർക്കാറ്റെന്നോണം അവൾ അകത്തേക്ക് വന്നു. മീര. രാഹുലിൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവൻ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി നിന്നു. അവൾക്കൊട്ടും മാറ്റമില്ല. അതേ നീണ്ട മുടി, കാന്തം പോലെ വലിച്ചടിപ്പിക്കുന്ന ആ കണ്ണുകൾ. അവളുടെ നെറ്റിയിൽ മഴയുടെ നേർത്ത നനവുണ്ടായിരുന്നു. മീര. രാഹുലിൻ്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. പക്ഷേ അവൾക്ക് അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ തൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയുമായി അവൻ്റെ അരികിലേക്ക് നടന്നു വന്നു. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു രാഹുൽ. മീരയുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക ഈണമുണ്ടായിരുന്നു. അവൾ അവൻ്റെ അരികിൽ ആ പഴയ ചാരുപടിയിൽ വന്നിരുന്നു. അവർക്കിടയിൽ വെറുമൊരു ഇഞ്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ ചെറിയ ഇടവേളയിൽ ഒരു യുഗത്തിൻ്റെ വിരഹവും പ്രണയവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രാഹുലിൻ്റെ കയ്യിലിരുന്ന ആ പഴയ ഡയറിയിലേക്ക് അവളൊന്ന് നോക്കി. അതിൽ അവൻ അവൾക്ക് വേണ്ടി മാത്രം എഴുതിയ കവിതകളായിരുന്നു. നീ ഇന്നും അതൊക്കെ സൂക്ഷിക്കുന്നുണ്ടല്ലേ? അവൾ ചോദിച്ചു. ഓർമ്മകൾക്ക് മരണമില്ലല്ലോ മീര, പ്രത്യേകിച്ച് നീ തന്ന ഓർമ്മകൾക്ക്. രാഹുൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ആ നോട്ടത്തിൽ വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വേദനയും ഇഷ്ടവും ഒരുപോലെ നിഴലിച്ചു. ആ രാത്രിയിൽ ആ നിലാമഴ സാക്ഷിയാക്കി അവർ തങ്ങളുടെ പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. തൊടാതെ തന്നെ അവർ പരസ്പരം ആശ്വസിപ്പിച്ചു. വാക്കുകൾക്കിടയിൽ മൗനം പെയ്യുന്നുണ്ടായിരുന്നു. രാഹുൽ, എന്നൊന്ന് ചേർത്ത് പിടിക്കാമോ? മീരയുടെ ശബ്ദം പെട്ടെന്നിടറി. അവൻ മെല്ലെ അവളെ ചേർത്ത് പിടിച്ചു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അവളുടെ ശരീരം മഞ്ഞുപോലെ തണുത്തിരുന്നു. എന്നാൽ അവളുടെ ശ്വാസത്തിന് വല്ലാത്തൊരു ചൂടായിരുന്നു. നമ്മൾ എന്നും ഇങ്ങനെയായിരുന്നെങ്കിൽ. രാഹുൽ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നമ്മൾ എന്നും ഇങ്ങനെ തന്നെയല്ലേ രാഹുൽ? ചിലപ്പോൾ ദൂരങ്ങൾ ഒരു അലങ്കാരമാണ്, പ്രണയത്തിൻ്റെ ആഴം കൂട്ടാനുള്ള ഒരു അലങ്കാരം മാത്രം. അവൾ മറുപടി നൽകി. സമയം കടന്നുപോയത് അവർ അറിഞ്ഞില്ല. വെളുപ്പിനെ മഴ മാറിയപ്പോൾ പുറത്ത് പക്ഷികൾ ചിലച്ചു തുടങ്ങി. മീര പതുക്കെ എഴുന്നേറ്റു. ജനലിലൂടെ വന്ന ആദ്യ സൂര്യകിരണം അവളുടെ മുഖത്ത് വീണപ്പോൾ അവൾക്കൊരു വല്ലാത്ത തിളക്കം തോന്നി. എനിക്ക് പോവാൻ സമയമായി രാഹുൽ, അവൾ പറഞ്ഞു. രാഹുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനി എന്നാണ് നമ്മൾ കാണുക? അവൻ വിതുമ്പലോടെ ചോദിച്ചു. മീര പതുക്കെ വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറക്കുന്നതിന് മുമ്പ് അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു പ്രണയക്കടൽ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ആതിരമഴ പെയ്യുമ്പോൾ ഞാൻ വീണ്ടും വരും. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? അവൾ പോയ വഴിയെ രാഹുൽ നോക്കി നിന്നു. പുറത്ത് മഴ മാറിയിരുന്നു. പക്ഷേ ആ വീടിനുള്ളിൽ ഇപ്പോഴും അവളുടെ ചന്ദനഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളിരുന്ന ചാരുപടിയിലേക്ക് നോക്കി. അവിടെ ഒരു വാടിയ മുല്ലപ്പൂ വീണ് കിടപ്പുണ്ടായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നോ അതോ പ്രണയം നൽകിയ തോന്നലായിരുന്നോ? രാഹുലിനറിയില്ലായിരുന്നു. എങ്കിലും അവൻ ആ മുല്ലപ്പൂ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അടുത്ത ആതിരമഴയ്ക്കായി, അവളുടെ മടങ്ങിവരവിനായി അവൻ ഇന്നും ആ പഴയ ഉമ്മറത്ത് കാത്തിരിക്കുകയാണ്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് പുതിയ രൂപങ്ങളിൽ നമ്മെ തേടി വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെയുള്ള സ്റ്റോറികൾ ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.